പോയിട്ട് വരാം ചേച്ചി. പോകുന്നതൊക്കെ കൊള്ളാം, പോയ പോലെ തിരിച്ചിങ്ങ് വന്നേക്കണം. അല്ലാതെ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരരുത്. എത്തിയപാടെ വിളിക്കണം, കേട്ടല്ലോ? വിളിക്കാം. ചേച്ചി നിങ്ങൾ ടെൻഷൻ ആവുന്നേ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. നീ കൊച്ചുകുട്ടി അല്ലാത്ത പ്രശ്നം. നീ എന്തൊക്കെയാ ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ് നിന്റെ കാര്യം ചില നേരത്ത്. അവളുടെ പൈസ ഉണ്ട്, ആവശ്യത്തിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ അനിയത്തിരു വഴിക്ക് പോണല്ലേ, എന്തെങ്കിലും ചിലവ് പൈസ ആവശ്യം വന്നെന്ത് ചെയ്യും? അപ്പൊ കൊടുക്കണല്ലോ. എനിക്കെന്താ, അത് കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് വാങ്ങാനുള്ള അവകാശം എനിക്കുണ്ട്. തായേട്ടാ. ചേട്ടാ, ഇത്ര ദിവസം ചേച്ചിയുടെ കാര്യം നോക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. നീ 2 ദിവസത്തേക്ക് ചേട്ടൻ നോക്കണം കേട്ടാ. അതിനെന്താ, അത് ഞാൻ നോക്കിക്കോളാം. അതെന്ത് വർത്താന ത്രിവേണി? ഏട്ടത്തിയുടെ കാര്യം നോക്കാൻ ഞാനില്ലേ? അത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. ചേച്ചി ഇവിടെ ഉള്ളത് എന്റെ പേടി. എടി, നീ നിന്ന് എന്റെ അമ്മ കളിക്കാതെ ഇറങ്ങാൻ നോക്കിയേ. മഴയൊക്കെ വരുന്നുണ്ട്, സൂക്ഷിച്ചു പോയിട്ട് വാ കേട്ടോ. ഇനി തിരിച്ചു വരുവോ? അങ്ങനെയല്ല, അല്ല പോയിട്ടിനി ഇങ്ങോട്ട് തിരിച്ചു വരുവോ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോവോന്ന് വെച്ചതാ, ത്രിവേണിയുടെ വീട്ടിലേക്ക്. അഞ്ജു ചേച്ചി പേടിക്കണ്ട, ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഹാപ്പി ആയില്ലേ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ചേച്ചി. സൂക്ഷിച്ചു പോയി വാ. പോട്ടെ. ശരി. എടാ, ഞാൻ വിളിക്കാം. ബാഗൊക്കെ കയ്യിലുണ്ടല്ലോ. പിള്ളേരോട്ട് പറഞ്ഞതുമില്ല. ഷേ, അവണേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കണ്ട. മാളു, അമ്മക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് പറയണം. ഇത് തന്നെയല്ലേ അച്ഛൻ എപ്പോഴും പറയുന്നത്. ഞാൻ വലുതുണ്ടെങ്കിൽ വിളിച്ചോളാം അച്ഛാ. അച്ഛാ, ഓവറാക്കി ചളവാക്കരുത്. കുറച്ച് ഓവറായാലും ശ്രദ്ധിക്കൂ. മാളു, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തേ? ത്രിവേണി എവിടെ പോയിന്ന് ചോദിക്കാനായിരിക്കും. ത്രിവേണി ഇങ്ങോട്ട് പോയി? ത്രിവേണി ഇങ്ങോട്ട് പോയേ? അല്ല, അതിപ്പോ ഞാനറിയേണ്ട ആവശ്യം എന്താ? നീ ഇത്രയും ദിവസം അവളുടെ പുറകെ ആയിരുന്നല്ലോ, ഇപ്പൊ ഒന്നും അറിയണ്ടേ? ആയിരുന്നു. ഇപ്പൊ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഓഹോ, അപ്പൊ നിനക്ക് എന്ത് കാര്യാ മാളുവിനോട് ചോദിക്കാനുള്ളേ? അത് ഞങ്ങളുടെ പുതിയ PlayStation 5 വാങ്ങണെ പറ്റി പറയാൻ വേണ്ടിട്ടായിരുന്നു. അതെന്തുവാ? ചേച്ചിക്ക് അതൊന്നും അറിയുന്നില്ല, പിള്ളേർക്ക് അറിയാം. അല്ല അബി? ആ അതെ, അത് ഗെയിം കളിക്കുന്ന സാധനം. അമ്മ പോയിക്കോ, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കട്ടെ. എന്നെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി കേട്ടാ. എന്നാ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാ മതി കേട്ടാ. കേട്ടാ, വാ ചേച്ചി. ഇപ്പൊ സമാധാനമായല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാ പോരെ അമ്മ? PS5 കുറിച്ച് അമ്മക്ക് എന്തറിയാനാ? എനിക്കറിയണം. അതെന്താ ഞാൻ അറിഞ്ഞാല്? PS5 പുതിയ തരം പുട്ടുകുറ്റിയാ. 2 വാങ്ങിച്ചിട്ട് വെറൈറ്റി ആയിട്ട് പുട്ടുണ്ടാക്കി പഠിക്കാം. ഒരു PS5? എന്തോന്ന് PS5? അതറിഞ്ഞിട്ട് ഇപ്പൊ എനിക്കെന്ത് കിട്ടാനാ? എന്തായാലും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. ത്രിവേണി ഇല്ലാത്തതുകൊണ്ട് ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ മോഹനേട്ടനെ ഏൽപ്പിച്ചു. എങ്ങനെ നോക്കുന്ന എനിക്കൊന്ന് കാണണല്ലോ, അതിന് ഞാൻ സമ്മതിക്കൂല.